നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ ദേവസാഗർ. ഞാൻ കൊങ്ങാട് ദയ ഹോസ്പിറ്റലിലെ ഫിസിഷ്യനാണ്. ഇന്ന് ഞാനിവിടെ സംസാരിക്കാൻ പോകുന്നത് റാബീസിനെ കുറിച്ചാണ്, അതായത് പേവിഷബാധ. പല ആളുകൾക്കും സംശയമുള്ള ഒരു രോഗമാണ് പേവിഷബാധ. ഒരു നായ അല്ലെങ്കിൽ ഒരു പൂച്ച അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മൃഗമായിക്കോട്ടെ, അതിൻ്റെ ഒരു കടി ഏറ്റ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു മാന്ത് എന്തെങ്കിലും നഖം കൊണ്ടു കഴിഞ്ഞാലോ എന്ത് ചെയ്യണം എന്ന് പലർക്കും അറിവില്ല. അപ്പോൾ അതിനെക്കുറിച്ചാണ്, അതിൻ്റെ കുറച്ച് സംശയങ്ങൾ തീർക്കാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടാണ് ഈ വീഡിയോ ഇന്ന് ചെയ്യുന്നത്. റാബീസിന് ഇതുവരെ ഒരു ചികിത്സാ രീതി കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ല. അതായത് റാബീസ് വൈറസ് നമ്മുടെ നാഡീവ്യൂഹത്തിൽ കടന്നു കഴിഞ്ഞാൽ അതിന് മരുന്നില്ല. അപ്പോൾ അത് കടക്കാതിരിക്കാൻ നമുക്ക് പ്രതിരോധ മാർഗമാണ് നിലവിലുള്ളത്. ഒരു നായയുടെ കടിയേറ്റാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തൊക്കെ ചെയ്തുകൂടാ എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യമേ നമുക്കൊരു നായയുടെ കടി ഒരു വ്യക്തിക്ക് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് നോക്കാം. കടി ഏറ്റ ഭാഗം എത്രയും പെട്ടെന്ന് വെള്ളം ഉപയോഗിച്ച് കഴുകുക. അതായത് ഒഴുകുന്ന വെള്ളം, ടാപ്പ് വാട്ടർ നമ്മൾ പൈപ്പ് തുറന്ന് വെച്ചിട്ട് അതിൻ്റെ അകത്ത് സോപ്പ് ഉപയോഗിച്ച് നന്നായിട്ട് വൂണ്ട് വൃത്തിയാക്കുക, മുറിവ് വൃത്തിയാക്കുക. ഏകദേശം 15 മിനിറ്റോളം ഇങ്ങനെ കഴുകണം. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ വൈറസിനെ ഒരു പരിധിവരെ, അതായത് നാഡീവ്യൂഹത്തിലേക്ക് അല്ലെങ്കിൽ ശരീരത്തിനുള്ളിലേക്ക് കടന്നിട്ടില്ലാത്ത തൊലിപ്പുറത്തിരിക്കുന്ന മുറിവിലിരിക്കുന്ന വൈറസിനെ ഒരു പരിധിവരെ നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ പറ്റും. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിന് ശേഷം പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കണം എന്നുള്ളത്, ഈ മുറിവിൽ ഒരിക്കലും നമ്മൾ വെറും കൈ കൊണ്ട് ഗ്ലൗസ് ഒന്നും ഇടാതെ തൊടാൻ പാടില്ല. അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സോപ്പ് ഉപയോഗിച്ച് കൈ വൃത്തിയായി കഴുകേണ്ടതാണ്. പിന്നെ ഈ മുറിവിൽ വേറുള്ള വസ്തുക്കൾ, അതായത് മുളക് പൊടി, മഞ്ഞപ്പൊടി, ഉപ്പ്, എണ്ണ ഇങ്ങനെ പലതും തൂക്കുന്നവരുണ്ട്. അത് ചെയ്യുന്നതും നല്ലതല്ല. അത് ഗുണത്തെക്കാളേറെ ദോഷം മാത്രമേ ഉണ്ടാകത്തുള്ളൂ. കാരണം ഇതെല്ലാം ഇറിറ്റൻസ് ആണ്. അത് കൂടുതൽ ഈ വൈറസിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ കാരണമാവുകയും ചെയ്യുന്നു. അപ്പോൾ ഒരു കാരണവശാലും ഇതുപോലുള്ള വസ്തുക്കൾ മുറിവിൽ തേക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഒരിക്കലും മുറിവ് ഞെക്കി പ്രസ് ചെയ്ത് ബ്ലഡ് കളയാനും പാടില്ല. ഇങ്ങനെ ചെയ്യുമ്പോഴും വൈറസ് ഉള്ളിലോട്ട് കയറുകയേ ചെയ്യത്തുള്ളൂ, അല്ലാതെ വെളിയിൽ പോകത്തില്ല. ഇനി ഇതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഉടൻ തന്നെ ഹോസ്പിറ്റലിൽ ചെല്ലുക എന്നുള്ളതാണ്. ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടർ മുറിവിൻ്റെ സ്വഭാവം നോക്കി അതിനെ കാറ്റഗറൈസ് ചെയ്യും. 3ആയിട്ടാണ് സാധാരണ കാറ്റഗറൈസ് ചെയ്യാറ്. കാറ്റഗറി 1, 2, 3. എന്നിട്ട് കാറ്റഗറി 1 എന്ന് പറഞ്ഞാൽ അവിടെ മുറിവില്ല. ജസ്റ്റ് നായയോ പൂച്ചയോ നമ്മൾ തടവുകയോ തൊടുകയോ അതിന് ഭക്ഷണം കൊടുക്കുകയോ എന്തെങ്കിലും ചെയ്തത് മാത്രമാണ് കാറ്റഗറി 1. ഈ കാറ്റഗറിയിൽ പെടുന്നവർക്ക് വാക്സിൻ്റെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് നമ്മളൊന്ന് കഴുകുക, വൃത്തിയായി സോപ്പ് ഉപയോഗിച്ച് നമ്മൾ സ്പർശനമേറ്റ ഭാഗം കഴുകുക എന്നത് മാത്രം മതി. കാറ്റഗറി 2ൽ പെടുന്നത് പതിയെ നഖം കൊള്ളുക, ബ്ലീഡിംഗ് ഒന്നും ഇല്ലാതെ നഖം കൊള്ളുക. അവിടെ ബ്ലീഡിംഗ് വരുന്നില്ല എന്ന് ഓർക്കണം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. തൊലിപ്പുറത്ത് നക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ കാറ്റഗറി 2ൽ പെടും. ബ്ലീഡിംഗ് ഇല്ലാത്ത ഇഞ്ചുറികളാണ് ഉദ്ദേശിക്കുന്നത്. കാറ്റഗറി 3ൽ പെടുന്നതെന്ന് വെച്ചാൽ അവിടെ രക്തം വന്നിട്ടുണ്ട്, മുറിവുണ്ടായിട്ടുണ്ട്. അത് കാറ്റഗറി 3ലാണ് വരുന്നത്. അതുപോലെ തന്നെ മ്യൂക്കസ് മെംബ്രെയിനുമായിട്ട് കോണ്ടാക്റ്റ് ഉള്ള മുറിവുകൾ, അല്ലെങ്കിൽ ഈ മൃഗത്തിൻ്റെ സ്രവം മ്യൂക്കസ് മെംബ്രെയിൻ നമ്മുടെ വായിലോ കണ്ണിലോ മൂക്കിലോ അതുപോലുള്ള മ്യൂക്കസ് മെംബ്രെയിനിൽ സ്പർശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ നമുക്ക് കാറ്റഗറി 3ലാണ് പെടുത്തുന്നത്. പിന്നെ വൈൽഡ് ആനിമൽസ്, വന്യമൃഗങ്ങൾ മൂലമുണ്ടാകുന്ന എല്ലാ ഇഞ്ചുറിയും കാറ്റഗറി 3ലാണ് വരുന്നത്. ഇങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് കാറ്റഗറി 1ന് വാക്സിൻ വേണ്ട എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. കാറ്റഗറി 2ന് വാക്സിൻ വേണം. കാറ്റഗറി 3ന് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും അത്യാവശ്യമാണ്. ഇതിനകത്ത് വാക്സിനും ഇമ്മ്യൂണോഗ്ലോബുലിനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഈ വാക്സിൻ നമ്മൾ എടുക്കുക എന്നുള്ളത്, വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, വാക്സിൻ നമ്മൾ കൊടുക്കുമ്പോൾ ഒരു വ്യക്തിയുടെ ശരീരം സ്വന്തമായിട്ട് പ്രതിരോധ ശേഷി അല്ലെങ്കിൽ പ്രതിരോധ കോശങ്ങളെ ഉണ്ടാക്കിയെടുക്കണം. അതിന് ഏകദേശം ഒരാഴ്ചയോളം എടുക്കും കാലാവധി. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കണ്ണിലോ മുഖത്തിന്റെ ഭാഗങ്ങളിലോ കയ്യിലോ അങ്ങനെയുള്ള ഭാഗങ്ങളിലൊക്കെയാണ് കടി ഏൽക്കുന്നതെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഈ വൈറസ് നാഡീവ്യൂഹത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പ്രതിരോധ കോശങ്ങളെ കൊടുക്കുന്ന ഒരു മാർഗമാണ് ഈ ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറയുന്നത്. അതിന് നമുക്ക് പാസീവ് ഇമ്മ്യൂണൈസേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. അത് കുതിരയിൽ നിന്നോ മനുഷ്യനിൽ നിന്നോ ഉണ്ടാക്കിയെടുക്കുന്ന 2 തരം ഇമ്മ്യൂണോഗ്ലോബുലിൻസ് ഉണ്ട്. അതാണ് കൊടുക്കാറ്. അത് ഈ മുറിവിന് ചുറ്റും, അത് മുറിവിലേക്ക് മാക്സിമം കുത്തിവെക്കുകയാണ് ചെയ്യുന്നത്. അതെടുക്കുന്നതിലൂടെ ആ മുറിവിന് ചുറ്റുമുള്ള ഈ വൈറസിനെ, ശരീരത്തിൽ പ്രവേശിച്ചിട്ടുള്ള വൈറസിനെ നിർവീര്യമാക്കാൻ കഴിയും. ബാക്കി വൈറസുകളെ നമ്മുടെ വാക്സിനും നിർവീര്യമാക്കുന്നു. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു പ്രതിരോധം നൽകുന്ന രീതി. ഇനി ചില സംശയങ്ങൾക്കുള്ള ഉത്തരം ഒന്ന് പറയാമെന്ന് വിചാരിക്കുന്നു. ചില ആളുകളുടെ സംശയം എന്ന് വെച്ചാൽ, ഇപ്പോൾ പട്ടി അല്ല നായ വളരെ ചെറുതാണ്, ചെറിയ നായ കടിച്ചു കഴിഞ്ഞാൽ വാക്സിൻ എടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. എന്ന് വെച്ചാൽ അത് വെളിയിലൊന്നും പോകാറില്ല എന്ന് പറഞ്ഞു. പക്ഷേ ഏത് മൃഗമാണെങ്കിലും, നമ്മുടെ ഒരു രാജ്യം എന്ന് പറഞ്ഞൊരു എൻഡമിക്, റാബീസിന് എൻഡമിക് ആയിട്ടുള്ള ഒരു രാജ്യമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ എല്ലാ മൃഗത്തിൻ്റെ കടിയും ഒരു പൊട്ടൻഷ്യലായിട്ട് ഒരു റാബീസ് വരാൻ ചാൻസ് ഉള്ള ഒരു കടിയായിട്ട് തന്നെ അത് എടുക്കേണ്ടിയിരിക്കുന്നു. അതിനാൽ തീർച്ചയായിട്ടും റാബീസ് വാക്സിൻ എടുക്കണം. പിന്നെ നായയാണെങ്കിലും പൂച്ചയാണെങ്കിലും നമുക്കൊരു 10 ദിവസത്തേക്ക് അതിനെ നിരീക്ഷിക്കാവുന്നതാണ്.
10 ദിവസം കഴിഞ്ഞ് അതിനെ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ അതിന് അസുഖമില്ലെന്ന് അനുമാനിക്കാനും പറ്റുന്നതാണ്. പക്ഷേ വാക്സിൻ തീർച്ചയായിട്ടും എടുത്തിരിക്കണം. പിന്നെ ചില ആളുകളുടെ സംശയം, നായയെ അല്ലെങ്കിൽ പൂച്ചയെ വാക്സിനേറ്റ് ഓൾറെഡി ചെയ്തിട്ടുള്ള മൃഗമാണെങ്കിൽ അത് കടിച്ചാൽ പേവിഷബാധ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ എന്നാണ്, വാക്സിൻ എടുക്കണോ എന്നാണ്. തീർച്ചയായിട്ടും അതിനൊരു ഉത്തരം നമുക്ക് പറയാൻ കറക്റ്റായിട്ട് പറ്റത്തില്ല. പക്ഷേ ഏത് മൃഗം കടിച്ചാലും, വാക്സിൻ എടുത്ത വ്യക്തിയാണ് മൃഗമാണ് കടിക്കുന്നതെങ്കിൽ പോലും വാക്സിൻ എടുക്കുക എന്നാണ് നമ്മുടെ സുരക്ഷയ്ക്ക് അത്യാവശ്യം. കാരണം ഈ നായയെ വാക്സിൻ എടുക്കുന്ന സമയത്ത് ഡോസ് കറക്റ്റാണോ എടുത്തതെന്നും എടുത്ത രീതി ശരിയാണോ എന്നും, ആ സമയത്ത് നായയ്ക്ക് എന്തെങ്കിലും വേറെ അസുഖങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രതിരോധ ശേഷി വ്യത്യസ്തമായിരിക്കും. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നും നമുക്കറിയത്തില്ല. അങ്ങനെ വരുമ്പോൾ ഒരു ചികിത്സയില്ലാത്ത ഒരു അസുഖമായതിനാൽ ഇതിനെ പ്രതിരോധിക്കാൻ വേണ്ടി നമ്മൾ വാക്സിൻ എടുത്തേ മതിയാകത്തുള്ളൂ. മറ്റ് ഒരു സംശയം എന്ന് വെച്ചാൽ, വാക്സിൻ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ നാരങ്ങ കഴിക്കാവോ എന്ന് പലരും ചോദിക്കാറുണ്ട്. നാരങ്ങയുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. അതുകൊണ്ട് അങ്ങനെയുള്ള നാരങ്ങ കഴിക്കുന്നത് കൊണ്ടൊന്നും ഒരു കുഴപ്പമില്ല. മദ്യപിക്കാൻ പാടില്ല എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഗൈഡ് ലൈനിൽ. ഒരു പ്രാവശ്യം നമുക്ക് കടിയേറ്റു, നമ്മൾ വാക്സിൻ എടുത്തു, അതിനുശേഷം അടുത്ത കടിയേറ്റു, അപ്പോൾ വാക്സിൻ എടുക്കണോ എന്ന് ചോദിക്കാറുണ്ട്. സാധാരണഗതിയിൽ 3 മാസത്തിനുള്ളിലാണ്, ലാസ്റ്റ് ഡോസിന് ശേഷം 3 മാസത്തിനുള്ളിലാണ് കടിയേൽക്കുന്നതെങ്കിൽ വാക്സിൻ്റെ ആവശ്യം അവിടെ വരുന്നില്ല. നമ്മൾ വൃത്തിയായി നേരത്തെ പറഞ്ഞതുപോലെ ആ മുറിവ് കഴുകുക മാത്രം ചെയ്താൽ മതിയാകും. ഇനി 3 മാസത്തിന് ശേഷം എപ്പോൾ കടി കിട്ടിയാലും 2 വാക്സിൻ്റെ ആവശ്യമേ വരുന്നുള്ളൂ. സാധാരണ ആദ്യം കടി കിട്ടുമ്പോൾ 4 വാക്സിനാണ് എടുക്കാറ്. നമ്മൾ കടി ഹോസ്പിറ്റലിൽ ആദ്യം ചെല്ലുന്ന ദിവസത്തെ 0 ദിവസമായിട്ട് എടുക്കുകയാണെങ്കിൽ 3-ാമത്തെ ദിവസവും 7-ാമത്തെ ദിവസവും പിന്നെ 28-ാമത്തെ ദിവസവും, അങ്ങനെ 4 വാക്സിനായിട്ടാണ് 2 കൈകളായിട്ട് ഇൻട്രാഡെർമലായിട്ടാണ് എടുക്കാറ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻട്രാഡെർമൽ വാക്സിനാണ് കൂടുതലും നമ്മൾ കൊടുക്കുന്നതെങ്കിൽ പോലും ചില ആളുകൾക്ക് ഈ ഇൻട്രാഡെർമൽ വാക്സിൻ മതിയാകാതെ വരും. കാരണം ഇതിൻ്റെ ഡോസ് കുറവാണ്. അതുകൊണ്ട് തന്നെ ഇമ്മ്യൂണിറ്റി കുറവുള്ള ആളുകൾ, ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ക്യാൻസർ കീമോതെറാപ്പി ചെയ്യുന്ന ആണെങ്കിലും അല്ലെങ്കിൽ ലോങ് ടൈം ആയിട്ട് സ്റ്റിറോയിഡ് ഒക്കെ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിലും പിന്നെ HIV AIDS ഒക്കെ ഉള്ള ആളുകളാണ്, അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ആണെങ്കിൽ ഈ കുറഞ്ഞ ഡോസ് ഇൻട്രാഡെർമലായിട്ട് കൊടുത്താൽ അവർക്ക് പ്രതിരോധ ശേഷി ആർജിക്കാൻ സാധിക്കാതെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവർക്ക് ഇൻട്രാമസ്കുലർ ആയിട്ട് വേണം കൊടുക്കാൻ. അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഇങ്ങനെയുള്ള എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പറഞ്ഞിരിക്കണം. ഇങ്ങനെ 4 ഡോസായിട്ടാണ് കൊടുക്കാറ്. അതിനുശേഷം നമ്മൾ കടിയേൽക്കുകയാണെങ്കിൽ 3 മാസത്തിന് ശേഷമാണെങ്കിൽ 2 ഡോസ് എടുത്താൽ മതിയാകും. 0 ദിവസവും പിന്നെ 3-ാമത്തെ ദിവസവും. പിന്നെ ഓരോ പ്രാവശ്യം 3 മാസത്തിന് കടി കിട്ടുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു. അല്ലാതെ ഒരു വാക്സിൻ എടുത്തു എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫ് ലോങ് അതിനുള്ള ഇമ്മ്യൂണിറ്റി കിട്ടത്തില്ല. ഇതിപ്പോൾ നമ്മൾ പറഞ്ഞത് ഒരു നായയുടെ കടി ഏറ്റാൽ അതിനുശേഷം ചെയ്യാനുള്ള പോസ്റ്റ് എക്സ്പോഷർ പ്രൊഫൈലാക്സിനെ കുറിച്ചാണ്. ഇനി നായയുടെ കടി ഏൽക്കുന്നതിന് മുമ്പ് നമുക്ക് ഒരു പ്രതിരോധം സാധ്യമാണോ? സാധ്യമാണ്. അതിന് പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സ് എന്ന് പറയും. അതിനുവേണ്ടി നമുക്ക് വാക്സിൻ അവൈലബിൾ ആണ്. സാധാരണയായി ഈ മൃഗങ്ങളുമായിട്ട് കൂടുതൽ ഇടപഴകുന്ന ആൾക്കാർക്കാണ് അത് കൊടുക്കാറുള്ളത്. പിന്നെ കുട്ടികൾക്കൊക്കെ നമ്മൾ ആവശ്യപ്പെട്ട് ചെല്ലുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും ആവശ്യപ്പെട്ട് ചെല്ലുകയാണെങ്കിൽ ലഭിക്കുന്നതാണ്. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ പറഞ്ഞതുപോലെ തന്നെ പ്രതിരോധ ശക്തി കിട്ടുന്നതാണ്. പിന്നെ വീണ്ടും നമുക്കൊരു കടി ഏൽക്കുകയാണെങ്കിൽ 2 വാക്സിൻസ് എടുത്താൽ മതിയാകും. വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ, അതിനുശേഷം ഈ പ്രീ എക്സ്പോഷർ എടുത്തതിന് ശേഷം കടി ലഭിക്കുകയാണെങ്കിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ എടുക്കേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഏറ്റവും വേദനാജനകം ഈ ഇമ്മ്യൂണോഗ്ലോബിൻ എടുക്കുമ്പോഴാണ്. അത് നമ്മുടെ കൈയുടെയോ മുഖത്തൊക്കെ ആണെങ്കിൽ ആ മുറിവിലേക്കാണ് കുത്തി ഇറക്കുന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിന് ചുറ്റുമാണെന്ന്. അപ്പോൾ അത് നല്ല വേദന ഉണ്ടാക്കുന്നതാണ്. മാത്രമല്ല അലർജി ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ പ്രീ എക്സ്പോഷർ പ്രൊഫൈലാക്സ് എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ആവശ്യം വരുന്നില്ല. അപ്പോൾ ഈ റാബീസ് എന്ന് പറയുന്നത് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്, അല്ലെങ്കിൽ ഒരു മരണമാണ് ആ രോഗിക്ക് ഉണ്ടാക്കുന്നത്. ഒരല്പം ജലം പോലും കുടിക്കാൻ പറ്റാത്തുള്ള ഒരു മരണം. അപ്പോൾ അങ്ങനെ ഒരു മരണം ഉണ്ടാകാതിരിക്കാൻ എല്ലാവരും ഒരു നായയുടെ കടിയേറ്റ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആശുപത്രിയിൽ പോവുകയും ഉടൻ തന്നെ മുറിവ് വൃത്തിയായി കഴുകുകയും ആശുപത്രിയിൽ പോയി വാക്സിൻ എടുക്കുകയും ചെയ്യേണ്ടതാണ്.